സ്റ്റോക്ക് മാർക്കറ്റ് വലിയ സാധ്യതകളുള്ള മേഖലയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡുകളും കൺസെപ്റ്റുകളും പേരിന് സ്ട്രാറ്റജികളും പേരിന് സ്ട്രാറ്റജികളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത്. ഒറ്റ കാര്യം ഉറപ്പ് പറയാം, കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കോഴ്സിൽ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ മാർക്കറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റും. എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിൽ നമ്മൾ വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ വലിയ രീതിയിൽ പണമുണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുന്ന അപൂർവ മേഖലകളിലൊന്നാണ്. അതിനേക്കാൾ ഉപരി പണമുണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക. അവിടെ നമ്മളെ സംബന്ധിച്ചോളം എന്തിനു വേണ്ടി പണമുണ്ടാക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യബോധമാണ് എല്ലാം നമ്മളെ കൊണ്ട് നേടിയെടുപ്പിക്കുന്നത്. അപ്പോൾ വലിയ അളവിൽ നമ്മുടെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ്, അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം എന്ന് പറയുന്നത്. അത് ഒന്ന് തിരിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ 90% സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പണം ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയധികം പണം ഉണ്ടാക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നോ അത്രയധികം നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതായത് പണം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം നമുക്കൊണ്ട് നടത്താം. എന്നാൽ പണം എത്രത്തോളം ഇല്ലായ്മയാണോ നമ്മളിലുള്ളത്, ഇല്ലായ്മ, അതായത് പണം എനിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പണമില്ല, എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണമില്ല എങ്കിൽ നമ്മളുടെ ജീവിതം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു വിഷമസന്ധിയിലായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ പോകുന്നത്. അപ്പോൾ നിയമാനുസൃതമായിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിക്കണം, ലീഗലായിട്ട് വലിയ രീതിയിൽ പണമുണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് വളരാൻ പോകുന്ന ഒരു രാജ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോപ്പുലേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ നീഡ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ജനങ്ങളുടെ ആ ഒരു ജീവിത നിലവാരം, അവരുടെ ആ ഒരു ശേഷി, കഴിവ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള, വളരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ രാജ്യം വളരുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഈ ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തിക മേഖലകളും വലിയ രീതിയിലേക്ക് വളരും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയായിരിക്കും. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡാണ്. അപ്പോൾ ആ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ കമ്പനിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ശരി, ഏറ്റവും മികച്ച കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ശരി, ഇവരെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വളരുമ്പോൾ ഈ വലിയ പണക്കാരികളും അതുപോലെ തന്നെ ഈ വലിയ കമ്പനികളൊക്കെ സ്വാഭാവികമായിട്ടും വളർച്ചയുണ്ടാവും. അതിൻ്റെ വളർച്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ടാവും. അപ്പോൾ നിയമാനുസൃതമായി വലിയ രീതിയിൽ പണമുണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു മേഖല, അപൂർവ മേഖലകളൊന്നും സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ ആരോടും ഒരു പക്ഷാഭേദവും കാണിക്കുന്നില്ല, ആരോടും ഒരു മുൻവൈരാഗ്യവും കാണിക്കുന്നില്ല, ആരോടും പ്രത്യേകിച്ചൊരു സ്നേഹവും ഈ മാർക്കറ്റിനില്ല. എല്ലാവർക്കും ഒരേ അവസരം, ഒരേ വില, ഒരേ മൂവ്മെൻറ്റ്, ഒരേ കയറ്റിറക്ക സാധ്യതകൾ, ഒരേ നിയമങ്ങൾ. ആരോടും ഒരു പക്ഷാഭേദം കാണിക്കില്ല. ഇവിടെ എല്ലാവരുടെ മുമ്പിലും മാർക്കറ്റ് ഒരുപോലെയാണ് മൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ അവസരം, ഒരേ സമയം, ഒരേ അവസരം, ഒരേ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരേ നിയമങ്ങൾ. ആരോടും ഒരു പക്ഷഭേദവും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന, എല്ലാവർക്കും ഒരേ അവസരം വാരിക്കോരി നൽകുന്ന ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മറ്റു മേഖലയെ അപേക്ഷിച്ച് താരതമ്യേന ഈസി പ്രോസസ്സാണ്, എളുപ്പമുള്ള ജോലിയാണ്. എന്തുകൊണ്ടെന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് ആകെ രണ്ട് കാര്യങ്ങളാണ്. അതിപ്പോൾ ട്രേഡിംഗ് ആവട്ടെ, ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ, ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും ശരി, മാർക്കറ്റിൻ്റെ, നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡും മൂവ്മെൻറ്റ് പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ട് എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം, അതിനേക്കാൾ ഉപരി എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, നമുക്ക് നമ്മുടെ കൺട്രോളുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ലോകത്തിലെ വലിയ വളർച്ചാ സാധ്യതയുള്ള അപൂർവ മേഖലകളിലൊന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എല്ലാവർക്കും ഒരേ അവസരം, ഒരേ വില, ഒരേ
കയറ്റിറക്ക സാധ്യത, ഒരേ നിയമങ്ങൾ, എല്ലാവരോടും ഒരേപോലെ മാർക്കറ്റ് പെരുമാറുന്നുള്ളൂ. ഒരേ അവസരം മാർക്കറ്റ് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നമുക്ക് സക്സസ് ആവാൻ മറ്റ് മേഖലയെ അപേക്ഷിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയാൻ കാരണം, ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ആകെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മൂവ്മെൻറ്റ് പാറ്റേൺ മനസ്സിലാക്കുക, എവിടെ എൻട്രി എടുക്കണം തീരുമാനിക്കുക, എവിടെ എക്സിറ്റ് ചെയ്യണം തീരുമാനിക്കുക. ഈ രണ്ട് കാര്യം, എൻട്രി എക്സിറ്റ് എന്ന രണ്ട് കാര്യവും മാർക്കറ്റിൻ്റെ ട്രെൻഡ് മൂവ്മെൻറ്റ് പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളെ ഉദ്ദേശിച്ച സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ച് മറ്റ് മേഖലകളെ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റ് ഒട്ടുമിക്ക മേഖലകളിലും ഈ ഒരു സാധനം കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ അറിവോ കഴിവോ എക്സ്പീരിയൻസോ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ആർജിച്ചിരിക്കുന്ന അറിവോ കഴിവോ എക്സ്പീരിയൻസോ ആണ് നമുക്ക് പണം ഉണ്ടാക്കി തരിക. ഏത് ഫീൽഡിലും അറിവും കഴിവും എക്സ്പീരിയൻസും തന്നെയാണ് നമ്മൾ സക്സസ് ആക്കുന്ന പണം ഉണ്ടാക്കി തരുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് മാത്രം മതിയാവില്ല. അറിവും കഴിവും എക്സ്പീരിയൻസും മാത്രം മതിയാവില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മളൊരു എൻട്രി എടുത്ത ആ നിമിഷം, അതിപ്പോൾ എന്തിനുള്ള എൻട്രി ആവട്ടെ, ഷോർട്ട് ടൈം ആവട്ടെ, ലോങ് ടൈം ആവട്ടെ, ഇൻട്രാഡേ ആവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആവട്ടെ, ഏതിനുള്ളാവട്ടെ, എൻട്രി എടുത്ത ആ നിമിഷം മുതൽ നമുക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭനഷ്ടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ശേഷി, അല്ലെങ്കിൽ ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ ശേഷിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസും ഫെയിലറും തീരുമാനിക്കുന്നത്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള അറിവുകളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളോ എക്സ്പീരിയൻസിനേക്കാൾ ഉപരി നമ്മുടെ ലാഭനഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാഭനഷ്ടങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ സക്സസ് ആൻഡ് ഫെയിലർ തീരുമാനിക്കുന്നത് ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പണം കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ കഴിവും എക്സ്പീരിയൻസും ശേഷിയുമാണ് ഇവിടെ മാറ്റിവെക്കുന്നത്, അതായത് നമുക്ക് സക്സസ് കൊണ്ടുതരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു മേഖലയിലാണെങ്കിലും സ്കില്ലാണ് നമ്മളെ വളർത്തുന്നത്. നമുക്കറിയാം, സ്കില്ലാണ് നമ്മളെ സക്സസ് ആക്കുന്നത്. സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്കിൽ മാത്രം പോരാ, ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ പണം കൈകാര്യം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട്. ഇതിനെ നമുക്ക് ഒറ്റ വാക്കിൽ മണി മൈൻഡ് സെറ്റ് എന്ന് പറയാം. മണി മൈൻഡ് സെറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അറിവും കഴിവും എക്സ്പീരിയൻസും അതിനേക്കാൾ ഉപരി മണി മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിനെ പറ്റിയുള്ള അറിവും കഴിവും എക്സ്പീരിയൻസും മാത്രം ആർജിച്ചാൽ പോരാ, മണി മൈൻഡ് സെറ്റ് ഇവിടെ ആർജിച്ചിരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ. കാരണം നമുക്ക് അറിയാം, മറ്റ് മേഖലകളിലൊന്നും ഒരു സ്പോട്ടിൽ നമ്മളെ സംബന്ധിച്ചുള്ള ലാഭനഷ്ടങ്ങൾ ഇത്ര വ്യക്തമായിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കില്ല. ഒരു എൻട്രി എടുത്താൽ നിമിഷം മുതൽ നമുക്കുള്ള ലാഭവും നഷ്ടവും നമ്മുടെ കൺമുമ്പിൽ മാറി മറിഞ്ഞു വരുന്നു. ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള മൈൻഡിൻ്റെ ആ ഒരു ശേഷി, ആ ഒരു സ്ട്രെങ്ത് ആണ് നമ്മുടെ സക്സസും ഫെയിലിയറും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസും അറിവും എക്സ്പീരിയൻസും മാത്രം പോരാ, മണി മൈൻഡ് സെറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മാർക്കറ്റിനെ പറ്റിയുള്ള അറിവ് ആർജിക്കണം. അതിന് നമുക്ക് ബേസിക് ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും നമുക്കുണ്ട്. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഒരു ക്ലാസ് ആരംഭിച്ചിട്ട്, കൂടാതെ നമ്മുടെ ഈവനിങ് ക്ലാസ്സിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ സിലബസിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറോളം സിലബസ് പഠിക്കാനാണെന്ന് പറഞ്ഞു. ഈ സിലബസ് നമുക്ക് 3 തിരിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തത് നമ്മൾ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. രണ്ടാമത്തത് ബേസിക് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഈവനിങ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ക്ലാസ്, രാവിലത്തെ ബേസിക് ക്ലാസ് രാവിലെ 7 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ബേസിക് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം ഒരു 50-60 ദിവസത്തോളം സമയം എടുത്തിട്ടാണ് നമ്മുടെ ചാപ്റ്റർ 1 മുതൽ അവസാനം വരെ പോകുന്നത്. അപ്പോൾ അത്രയും ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒരാളെ സംബന്ധിച്ചോളം 10-15 ദിവസത്തെ ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ടാവും. അവരിടയ്ക്ക് വെച്ചിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് ചാപ്റ്റർ 1 മുതൽ കിട്ടണമെങ്കിൽ ഏകദേശം 2-3 മാസം കഴിയുമ്പോൾ മാത്രമേ ചാപ്റ്റർ 1 മുതൽ കിട്ടുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈവനിങ് സിലബസ് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മണി മൈൻഡ് സെറ്റ് പഠിക്കുന്നതിനോടൊപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ലെവലും കൂടെ പഠിക്കുന്നുണ്ടാവും. ബേസിക് ലെവൽ അത്യാവശ്യം വേണ്ട ബേസിക് കാര്യങ്ങൾ. കാരണം
ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ബേസിക് കാര്യങ്ങൾ നമ്മുടെ രാവിലത്തെ ബേസിക് ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നമ്മുടെ അഡ്വാൻസ് ലെവലിലേക്ക് കടക്കുന്നതിന് മുമ്പേ കുറച്ച് തിരിച്ചറിവുകൾ കിട്ടാനായിട്ട്, കുറച്ച് ഐഡിയാസ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ബേസിക് ലെവലുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ലെവൽ ടെക്നിക്കൽ ലെവൽ എന്ന് പറയുന്ന ക്ലാസ് ആയിരിക്കും നമുക്ക് നടക്കുന്നത്. അതായത് ആദ്യം മണി മൈൻഡ് സെറ്റ് സെഷൻ നടക്കുന്നു. അതിനുശേഷം അതായത് എപ്പോഴാണോ ആ ഒരു മണി മൈൻഡ് സെറ്റ് സെഷൻ്റെ സിലബസ് അവസാനിക്കുന്നത് അതിനുശേഷം നമ്മൾ ബേസിക് ലെവലിലേക്ക് കിടക്കുന്നുണ്ടാവും. ബേസിക് ലെവൽ പഠിച്ചതിന് ശേഷം, ബേസിക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ടെക്നിക്കൽ ലെവലിലേക്ക് കിടക്കുന്നുണ്ടാവും. ഈ ടെക്നിക്കൽ ലെവലിൽ വളരെ സിമ്പിൾ, അതുപോലെ തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ലെവലിൽ നമ്മളെ സംബന്ധിച്ചോളം പഠിക്കാനുള്ളത് ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം, എത്ര ക്വാണ്ടിറ്റി എവിടെ വെച്ച് വാങ്ങണം, എവിടെ വിൽക്കണം, ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ടെക്നിക്കൽ ലെവലിൽ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള, ഏതൊരു മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ക്ലാസ്സിലുണ്ടാവുന്ന ടോപ്പിക്കും കണ്ടൻറ്റും ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങളിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലേണിംഗ് പ്രോസസ്സാണ്. ലേണിംഗ് പ്രോസസ്സ് അത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. കാരണം ഈ ലേണിംഗ് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പഠിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് നമുക്കത് ഈസി ആയിട്ട് മാറുന്നതൊക്കെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് പോകുന്നത് ആ 3 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് മണി മൈൻഡ് സെറ്റ്, രണ്ടാമത്തത് ബേസിക് ലെവൽ, മൂന്നാമത്തത് അഡ്വാൻസ് ലെവൽ. ഇത് ഈ ഒരു മാസത്തിനിടയ്ക്ക് നമുക്ക് ഒരു സിലബസ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ്, ചാപ്റ്റർ 1 മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ 2-3 ദിവസം നമുക്ക് ക്ലാസ് അവധിയായിരുന്നു. അത് ഈ ഒരു ഓഫീസിൽ കുറച്ച് ബിൽഡിംഗ് ഓണർക്ക് കുറച്ച് റിനോവേഷൻ വർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് മുതലുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഇനിയുള്ള ഈ ഒരു 4 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു 3 ആഴ്ച കൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് വളരെ ഈസി ആയിട്ട് കഴിയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ചുവടുവെപ്പ്. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്കില്ലാണ് പഠിക്കാൻ പോകുന്നത്. പുതിയൊരു സ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ പോകുന്നു. പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്കില്ല് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കുന്നു. ഇനി ശ്രമിച്ചിട്ടും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് മാറാൻ അല്ലെങ്കിൽ വളർച്ച നേടാൻ കഴിയാത്തവരെ സംബന്ധിച്ചോളം ഈ സിലബസ് അവസാനിക്കുന്നതുവരെ ക്ഷമയോടെ മുഴുവനും കേൾക്കുക. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വളർച്ച നേടാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഒന്ന് മറന്നതിന് ശേഷം ഒരു ന്യൂട്രൽ മൈൻഡോട് കൂടി, ഫ്രീ മൈൻഡോട് കൂടി, ഒരു പുതിയ മൈൻഡ് സെറ്റോട് കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ് ആദ്യം മുതലാണ് കേൾക്കുന്നത് എന്നുള്ള പുതിയ മൈൻഡ് സെറ്റ് കൂടി ഈ സിലബസ് ആരംഭിച്ച് അവസാനിക്കുന്നതുവരെ ക്ഷമയോടുകൂടി ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് തിരിച്ചറിയും എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത്, എന്താണ് ഞാൻ ഫോളോ ചെയ്യാൻ പറ്റാതെ പോയത്, എന്താണ് എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിലബസ് ആദ്യം മുതൽ ഇന്ന് മുതൽ ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും. എന്നിട്ട് ഈ മാസം നമ്മൾ സിലബസ് അവസാനിച്ച് കഴിയുമ്പോൾ നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ശ്രമിക്കുക. ഈസി ആയിട്ട് സക്സസ് ആകാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും മാർക്കറ്റിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്തത്. പലപ്പോഴും പലർക്കും പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും വയലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്കറിയാം നിയമങ്ങൾ ആൻഡ് റെഗുലേഷൻസ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം. നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപകടം പറ്റുമെന്ന് അറിവുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടേതായ പല ചിന്താരീതികൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വയലേറ്റ് ചെയ്യുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും, അറിഞ്ഞ് വയലേറ്റ് ചെയ്താലും ശരി, അറിയാതെ വയലേറ്റ് ചെയ്താലും ശരി, അപകടം നമുക്ക് മാത്രം. അതുകൊണ്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഇനി ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കും, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യ സെഷൻ മണി മൈൻഡ് സെറ്റിലോട് കൂടി നമുക്ക് ആരംഭിക്കാം. കാരണം
പണം ഉണ്ടാക്കാനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. പണം ഉണ്ടാക്കുന്നു, ആ പണം വർദ്ധിച്ച് സമ്പത്തായി മാറുന്നു, ആ സമ്പത്ത് വർദ്ധിക്കുന്നു. അതിന് ഏറ്റവും മികച്ച മാർഗ്ഗങ്ങളിലൊന്ന് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ പണം ഉണ്ടാക്കണമെങ്കിൽ പണം നമുക്കറിയാം, എല്ലാവർക്കും ലോകത്തിൽ ഒരു പരിധിവരെ എല്ലാവർക്കും ലോകത്തിൽ ഒരേ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കുന്ന അതിസമ്പന്നരെ എടുത്തു നോക്കുകയാണെങ്കിൽ, വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്നവരെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർ ചെയ്ത അതേ ജോലി അല്ലെങ്കിൽ ബിസിനസ് നമ്മുടെ മുമ്പിലും അതിൻ്റെ അവസരം ഇപ്പോഴും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധി വരെ ചിലപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അവസരം ഇപ്പോൾ ഇല്ലാതെയായിരിക്കാം. പക്ഷേ എല്ലാ കാലത്തും അതിന് പകരമുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന, വലിയ രീതിയിൽ പണം ഉണ്ടാക്കി നമ്മൾ വിശ്വസിക്കുന്ന അവർക്കുള്ള അവസരം നമ്മുടെ മുമ്പിലും ഉണ്ട്. പക്ഷേ ഒരേ അവസരം കിട്ടിയിട്ടും അതുപോലെ തന്നെ ഒരേ സാഹചര്യം ഉണ്ടായിട്ടും എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എല്ലാവരുടെ ലൈഫിലേക്ക് എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അത് ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, പ്രൊഫഷൻ ആവട്ടെ, ഇത് ചെയ്യുന്ന മറ്റ് പലരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും, നമുക്ക് ചുറ്റുണ്ടാവും. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ അതേ തൊഴിൽ ചെയ്യുന്ന, അതേ പ്രൊഫഷൻ, അതേ ബിസിനസ്, അതേ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മളെക്കാൾ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ അത്രയൊന്നും നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത, സ്ട്രഗിൾ ചെയ്യുന്ന, പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരേ അവസരം കിട്ടിയിട്ടും ഒരേ മേഖലയിൽ പ്രവർത്തിച്ചിട്ടും എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെയാണ് മണി മൈൻഡ് സെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. മണി മൈൻഡ് സെറ്റ്. കാരണം പണം എന്നുള്ളത് നമുക്ക് എന്താണെന്നും അതിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാം. അതായത് പണം, നമുക്കറിയാം മൈൻഡ് സെറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും. ചിന്താരീതികളും കാഴ്ചപ്പാടുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈൻഡ് സെറ്റ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് പോകുള്ളൂ. ഇത് നമ്മുടെ ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ വർക്ക്ഷോപ്പിൻ്റെ ടോപ്പിക്കായിട്ട് മാറ്റിയിരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവിടെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് പോകാം. അതായത് നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത്, അതായത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും. അതായത് വെറുതെ ഒന്ന് സംഭവിക്കുന്നതല്ല ചിന്താരീതികളും കാഴ്ചപ്പാടുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിൽ, അതായത് നമ്മളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വർഷങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ചിന്താരീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ പണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്, ഇതെങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ രൂപപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജനിച്ച കാലം മുതൽ പണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ, പഠിച്ച, കേട്ട, കണ്ട, അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ, പഠിച്ച, കേട്ട, കണ്ട കാര്യങ്ങൾ എൻ്റെ മൈൻഡ് സെറ്റായിട്ട്, മണി മൈൻഡ് സെറ്റായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ, നമ്മുടെ വീട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് പണത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്, കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും പണം ഉണ്ടാക്കാൻ ഞാൻ വലിയധികം കഷ്ടപ്പെടുന്നുണ്ട്, പണം ഒന്ന് വേസ്റ്റ് ആക്കരുത്, പണം അനാവശ്യമായിട്ട് ചിലവഴിക്കരുത് എന്ന് കേട്ട് വളരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടേ മതിയാകൂ എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിലേക്ക് പോകുന്നത്. ഞാൻ കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കുന്നത്, പണം നഷ്ടപ്പെടുത്തരുത്, വേസ്റ്റ് ആക്കരുത്, അനാവശ്യമായിട്ട് ചിലവാക്കരുത് എന്ന് പറയുമ്പോൾ അത് കേട്ട് വളരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പണം ഉണ്ടാകൂ, കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പണം ഉണ്ടാവൂ. ഇത് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ കേൾക്കുമ്പോൾ ഇത് ചിലവഴിക്കാനുള്ളതല്ല, വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ചിലവഴിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമാണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ പോലെ. ആ ഒരു ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമായാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ മറ്റൊരു ഫാമിലിയിൽ ജനിച്ച മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം പണം, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ വാങ്ങിക്കോ, അതിനുള്ള പണം എനിക്ക് സമ്പാദിക്കാനുള്ള ശേഷി എനിക്കുണ്ട്, പണം ആഗ്രഹിക്കുന്നിടത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ട് നീ ഇഷ്ടത്തിനനുസരിച്ച്, നിനക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലനുസരിച്ച്, മറ്റുള്ളവർക്ക് വിഷമില്ലാത്ത രീതിയിലനുസരിച്ച് നിനക്ക് ഇഷ്ടമുള്ള എന്തും നീ ആഘോഷിച്ചോ, മറ്റുള്ളവർക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് എന്തുള്ള ആവശ്യങ്ങൾക്കും ഞാൻ നിറവേറ്റി തരാം, അതിനുള്ള പണം സമ്പാദിക്കാൻ എനിക്ക് ശേഷിയുണ്ട് എന്ന അർത്ഥം വരുന്ന, എന്ന ഉദ്ദേശം വരുന്ന വാക്കുകളാണ് നമ്മൾ ജീവിതത്തിൽ കേട്ട് വളർന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ആ ഒരാളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഇത് എത്രത്തോളം വേണേലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ടായാൽ മതി, അങ്ങനെ നേടിയെടുക്കുന്ന പണം ഉപയോഗിച്ച് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ മൈൻഡിലേക്ക് വരുന്നത്. ഇനി പണം മറ്റുള്ളവർക്ക് സഹായിക്കരുത്, മറ്റുള്ളവർക്ക് കൊടുക്കരുത്, നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊക്കെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി മറ്റൊരു സമ്പന്ന ഫാമിലിയിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടു വളരുന്നത് സമൃദ്ധിയുടെ നടുക്കായിരിക്കും അവൻ ജീവിക്കുന്നത്. എന്താവശ്യപ്പെട്ടാലും അവൻ്റെ ചുറ്റിലും
ഏതെങ്കിലും ഒന്നിലധികം സംഭവിക്കുന്നു. ഒരു കളിപ്പാട്ടം വേണമെന്ന് പറയുമ്പോൾ അവന് ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളുടെ കൂമ്പാരം മുന്നിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അവന് സങ്കല്പിക്കുന്നതിന് അത് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങളെല്ലാം അവൻ്റെ മുന്നിലേക്ക് വരുന്നു. അവൻ്റെ വീട്ടിൽ കണ്ടു വളരുന്നത് പണക്കാരൻ്റെ വീട്ടിൽ കണ്ടു വളരുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടവർക്കെല്ലാം വാരിക്കോരി പണം നൽകുന്ന ഒന്നാണ് കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ആ വളർന്നു വരുന്ന കുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മണി മൈൻഡ് സെറ്റ് എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഇത് ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ പണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാക്കാനുള്ള ശേഷി എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അവസ്ഥയൊന്നും നോക്കണ്ട, പണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ട് വളരുന്നത്. അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധിയിലാണ് നമ്മൾ വളർന്നത്. എന്താവശ്യത്തിനും വാരിക്കോരി 100 ചോദിക്കുന്നവർക്ക് 10,000 കൊടുക്കാനുള്ള ശേഷിയുള്ള ഒരാളായിട്ടാണോ നിങ്ങൾ വളർന്നു വന്നത്? മീൻസ് അത് കണ്ടാണോ നിങ്ങൾ വളർന്നു വന്നത്? അത് മനസ്സിലാക്കിയാണോ വളർന്നു വന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികൾ, അതായത് നമ്മളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ നമ്മൾ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ സറൗണ്ടിങ്ങിൽ നമ്മളുടെ തന്നെ അനുഭവങ്ങൾ, നമ്മളുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ള ചുറ്റുമുള്ളവരുടെ പ്രവൃത്തികൾ, ഇതൊക്കെ നമ്മളുടെ മണി മൈൻഡ് സെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ പണം ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടിയേ പറ്റൂ, സാധാരണക്കാർക്കൊന്നും പണം ഉണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറ്റിച്ചാലേ പണം ഉണ്ടാവും എന്നൊക്കെ കേട്ട് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം അവൻ കേട്ടതും മനസ്സിലാക്കിയിരിക്കുന്നത് ബുദ്ധിമുട്ടിയാലേ പണം ഉണ്ടാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ മൊബൈലിലോ ലാപ്ടോപ്പിലോ എടുത്തിട്ട് 2 ക്ലിക്ക് മാത്രമേ ഉള്ളൂ. എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യാനുള്ള ഈ 2 ക്ലിക്ക് മാത്രമേ ഉള്ളൂ. അവനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. സ്വാഭാവികമായിട്ടും അവൻ്റെ കയ്യിൽ പണം വന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അയ്യോ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പൈസ കിട്ടിയോ, അത് ശരിയല്ലല്ലോ, ഞാനൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. അവനറിയില്ല അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് പ്രവർത്തിക്കുന്നു. അവൻ ചിന്തിക്കുന്നത് എന്താണ്? അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. അവൻ ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് പണം വന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഹാപ്പിയായിരുന്നു. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നതല്ല, ഇത് അധികം എഫേർട്ട് എടുക്കാതെ ബുദ്ധിമുട്ടാതെ കഷ്ടപ്പെടാതെ കിട്ടിയ പണമാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കുന്നതല്ല. ഇത് പോകാനുള്ള വഴി സബ് കോൺഷ്യസ് മൈൻഡ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അന്തെത്തിയിരിക്കും. ഇത് നമ്മുടെ ലൈഫിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ലൈഫിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികളും കാഴ്ചപ്പാടുകളും, നമ്മൾ വളർന്നു വന്ന രീതി, നമ്മൾ മനസ്സിലാക്കിയ രീതി, പണത്തിനെ പറ്റി കേട്ട അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ളവർക്കാണ് പണം ഉണ്ടാക്കുന്നത്, പണം എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ചത് മണി മൈൻഡ് സെറ്റ്. അതായത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മണി മൈൻഡ് സെറ്റായിട്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികളും കാഴ്ചപ്പാടുകളുമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ സാധനം നമ്മൾ പോലും അറിയാതെ പുറത്തു വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. ആദ്യം തന്നെ വരുന്നത് കുഴപ്പമില്ല എന്നുള്ള വാക്കാണ്. ഈ കുഴപ്പമില്ല എന്നുള്ള വാക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ ആര് ചോദിച്ചാലും എൻ്റെ ജീവിതം കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു ജീവിതമല്ലേ, നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളിലിരിക്കുന്നത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറയേണ്ട ഉത്തരം കുഴപ്പമില്ല എന്നുള്ള ഉത്തരമാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് ആദ്യം പുറത്തു വരുന്നു, നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് വരും. അതിന് ശേഷമേ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്തിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വാക്ക് വരുള്ളൂ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും. മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ പഴയകാല അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നാലും ശരി, ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് മണി മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മണി മൈൻഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ മണി മൈൻഡ് സെറ്റ്, എങ്ങനെ ഒരു മണി മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. എന്നാൽ വൈദഗ്ധ്യമുള്ള ഒരാൾക്ക് എത്ര വലിയ അളവിലും പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്നത്തെ ലോകത്ത്, സ്റ്റോക്ക് മാർക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, വൈദഗ്ധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, വിദഗ്ധനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്പെഷ്യലൈസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്കിൽഡ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വേണേലും പണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ നാട്ടിലുണ്ട് എന്നാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? അപ്പോൾ പണം എനിക്ക് എത്ര വേണേലും ഉണ്ടാക്കാനുള്ള സാഹചര്യം നാട്ടിലുണ്ട്, ശേഷി എനിക്കുണ്ട്, അത് ഇഷ്ടം പോലെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണോ നിങ്ങളുടേത്? അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞ എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും അത് 100 മടങ്ങ് 1000 മടങ്ങ് നമ്മളിലേക്ക് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ധാരാളമായി വലിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുന്ന ഒരു സമ്പൽ സമൃദ്ധി നടന്ന ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റാണ് നമ്മുടെ കൈവശമുള്ളത്, നമുക്കുള്ളത്. ചിന്തിച്ച് നോക്കുക. ഈ മൈൻഡ് സെറ്റ്, മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്ക് ഗുണം ചെയ്യും. അപ്പോൾ മണി മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയുള്ള രീതിയിലൊന്നും പണം ഉണ്ടാക്കുന്ന ഒരാളാകെ നമ്മളുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും രീതിയിലേക്ക് അടിഞ്ഞുകൂടി കിടപ്പുണ്ടെങ്കിൽ അതിനെല്ലാം പുറത്തേക്കെടുത്ത് നമ്മൾ അതിനെല്ലാം റീപ്രോഗ്രാം ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണം. റീപ്രോഗ്രാമിന് ശേഷമേ ഒപ്റ്റിമൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്തതിന് ശേഷം അത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മണി മൈൻഡ് സെറ്റ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ തന്നെ പണവും
പണവും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ മൈൻഡിൽ, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു ചിന്താരീതികളും കാഴ്ചപ്പാടുകളും അത് നമ്മൾ പോലും അറിയാതെ നമുക്ക് പുറത്തേക്ക് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് എത്രയും മൊബൈലിൻ്റെ വില 45,000 രൂപ. അയ്യോ 45,000 രൂപ. മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് അയ്യോ അത്രയും പൈസ കൊടുത്തിട്ടൊരു മൊബൈൽ മേടിക്കണം. വേറൊരാളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബോട്ടിൽ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം, ജസ്റ്റ് പലർക്കും അറിയാവുന്നതാണ്. മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ കൈവശിരിക്കുന്ന ഫോണാണ്. ആപ്പിളിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണാണ്. 400 കോടി രൂപ വിലയുള്ള, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല, 400 കോടി രൂപ വിലയുള്ള ആപ്പിളിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ഫോണ്. അപ്പോൾ 45,000 രൂപ ഫോൺ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന, അല്ലെങ്കിൽ അയ്യോ എന്നൊരു ചിന്ത നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ പണവുമായിട്ടും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വലിയ അളവിൽ പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ചെലവഴിക്കാനുള്ള ശേഷി എനിക്കില്ല എന്നും, അതിനുള്ള സാഹചര്യം എനിക്കില്ല എന്നും, അതിനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ളതും, അതിനെ പറ്റിയ ആളല്ല ഞാൻ എന്നുമാണ് നമ്മുടെ മൈൻഡ് സെറ്റ്, സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈൽ ഫോണിന് 400 കോടി രൂപ സന്തോഷത്തോടു കൂടി ചെലവഴിക്കുന്നത്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കരൺ ജോഹർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിന്ദി സിനിമ സംവിധായകനായിട്ടുള്ള കരൺ ജോഹർ. അദ്ദേഹത്തിന് ജസ്റ്റ് ഒരു ഇതിൽ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈവശിരിക്കുന്ന ഒരു ബാഗ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഷോപ്പിംഗ് മാളിൽ കൊണ്ടു നടക്കുന്ന ഒരു ബാഗിൻ്റെ, ബിഗ് ഷോപ്പർ ബാഗിൻ്റെ പോലത്തെ അതിൻ്റെ ഏകദേശം ചെറിയ രൂപത്തിലുള്ള ഒരു ബാഗ്. ആ ബാഗിൻ്റെ വില 76 ലക്ഷം രൂപ. 76 ലക്ഷം രൂപയുടെ ഒരു ബാഗ്. അതിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ കമൻറ്റിൽ തന്നെ കിടക്കുന്നു, എത്ര കാറ് മേടിക്കാമായിരുന്നു 76 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ബാഗ് മാത്രം. അപ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടും ഇതെനിക്ക് പറ്റുന്നതല്ല, ഇതെനിക്ക് സാധിക്കുന്നതല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ പോലും വലിയ അളവിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ അവിടെ പോലും നമുക്കത് നേടിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ അത് അതിൻ്റേതായ ശൈലിയിൽ തന്നെ പോകുന്നു. അപ്പോൾ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആൾറെഡി നമ്മുടെ മൈൻഡ് സെറ്റിൽ ആൾറെഡി അതിനൊരു ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റിൽ പണം സമ്പത്ത് എന്താണെന്നുള്ള ആൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിനൊന്ന് റീപ്രോഗ്രാം ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു ചെറിയ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പണം എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം പണം എന്നുള്ളത് നമ്മളെപ്പോലുള്ള മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ, ഈ ഷർട്ട് ഉപയോഗിക്കുന്ന പോലെ, ഈ മൈക്ക് ഉപയോഗിക്കുന്ന പോലെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ, അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന പോലെ നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളെ എളുപ്പത്തിലാക്കാൻ വേണ്ടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്, ഒരു ഉൽപ്പന്നം, ഒരു ഉപകരണം മാത്രമാണ് പണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പണത്തിന് ഒരു മൂല്യമുള്ളത് കൊണ്ടാണ് അതിന് നമുക്ക് വില കൽപ്പിക്കുന്നത്. അതല്ലെങ്കിൽ സത്യത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്നെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു ലോഹം അതായത് നാണയം ഒരു ലോഹ രൂപത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൈവശിരിക്കുന്ന ഒരു പേപ്പർ അതായത് ഒരു കടലാസ് അതിന് ഒരു നോട്ടിൻ്റെ രൂപത്തിലിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പണത്തിൻ്റെ രൂപം. പക്ഷേ ഒന്നുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ കൈവശിരിക്കുന്നതിന് രൂപമേ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ മറ്റേതെങ്കിലും ഡിജിറ്റൽ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ പണം എന്ന് പറയുന്നത് രൂപമേ ഇല്ലാത്തൊരു സാധനം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ എളുപ്പത്തിലാക്കാനും ഏകീകരിക്കാനും അതിനൊരു മൂല്യം കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിനിമയ വസ്തു, അതായത് കൊടുക്കൽ വാങ്ങലുകൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവാണ് പണം എന്നുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഈ പണത്തിനൊരു രൂപമില്ലായിരുന്നു. പണം എന്ന് പറയുന്ന സാധനമേ ആദ്യകാലങ്ങളിലില്ലായിരുന്നു. എൻ്റെ കൈവശം എന്ത് വസ്തുവാണോ ഉള്ളത് ആ വസ്തു ഞാൻ പകരം നൽകിക്കൊണ്ട് എനിക്ക് ആവശ്യമുള്ള മറ്റൊരു വസ്തു നേടിയെടുക്കുന്നു. ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബാർട്ടർ സമ്പ്രദായം. എൻ്റെ കൈവശം പാലുണ്ട്, എനിക്ക് നെല്ലാണ് വേണ്ടതെങ്കിൽ പാല് കൊടുത്ത് നെല്ല് മേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നെല്ല് കൈവശമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം പാലായിരിക്കില്ല ആവശ്യം, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തേങ്ങയായിരിക്കും ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഞാൻ എൻ്റെ കൈവശമുള്ള ഒരാളുടെ എൻ്റെ പാലുമായിട്ട് തേങ്ങ വിൽക്കാനുള്ള ഒരാൾക്ക്, തേങ്ങ കൈവശമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് പാൽ ആവശ്യം വരുന്നു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തി അത് ചന്തകളുടെ രൂപത്തിലൊക്കെ പിന്നീട് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറി. കാരണം പാലുമായിട്ട് ചന്തയിലേക്ക് പോകുന്നു, പാല് ആവശ്യക്കാരന് പാല് കൊടുക്കുന്നതിന് പകരം തേങ്ങ, അത് കുറച്ചും കൂടെ പ്രോസസ്സ് ഈസി ആയിട്ട് മാറി. അപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിൽ കൈവശമുള്ള വസ്തുക്കളെ കൈമാറ്റം ചെയ്യുന്നു. ഇന്നത്തെ പണത്തിൻ്റെ ആദ്യകാല രൂപം വസ്തുക്കളായിരുന്നു. എൻ്റെ കൈവശം എന്താണോ ഒരു വസ്തു ഉള്ളത് ആ വസ്തു ആവശ്യക്കാരിലേക്ക് കൊടുക്കുന്നു, അവരുടെ കൈവശമുള്ള പകരം ഞാൻ വാങ്ങുന്നു. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ സമ്പ്രദായം. അത് പിന്നീട്, അതായത് ആദ്യത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്യാനും അതായത് കൈമാറ്റം ചെയ്യാൻ എളുപ്പത്തിലാക്കാനും ഏകീകരിക്കാനും നമ്മുടെ കൈമാറ്റം, കൊടുക്കൽ വാങ്ങലുകൾ
എളുപ്പത്തിലാക്കാനും ഏകീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ പണം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബാർട്ടർ സമ്പ്രദായം, ഇപ്പോൾ ഒരു ആനയെ കൊടുത്തിട്ട് ഒരു നെല്ല് മേടിക്കുക എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വലിയ മൂല്യത്തിൽ വ്യത്യാസം വരുന്നു രണ്ടിനും. അപ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കാലക്രമേണ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പ്രകടമായ മാറ്റം, ഈ ബാർട്ടർ സമ്പ്രദായത്തിന് ശേഷം പ്രകടമായ ഒരു മാറ്റം വന്നിരിക്കുന്നത് ലോഹ രൂപത്തിലുള്ള നാണയങ്ങളായി മാറി. അതിന് മൂല്യം കൽപ്പിച്ചിട്ടുള്ള ഇത്ര രൂപ, ഇത്ര നാണയം, ഇത്ര മൂല്യമുള്ള എന്ന് കൽപ്പിച്ചിട്ടുള്ള ലോഹ രൂപങ്ങളിലേക്ക് മാറി. സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള എന്ന് പറയുന്ന പോലത്തെ ലോഹ രൂപങ്ങളിലേക്ക് അത് മാറി. അപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിനേക്കാൾ, അതായത് വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പത്തിലായി മാറി. കാരണം അത്രയും കൈകാര്യം ചെയ്യേണ്ട, വലിയ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യേണ്ട, കുറച്ചും കൂടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിലേക്കുള്ള ഒരു രൂപത്തിലേക്ക് ഈ പണം എന്ന് പറയുന്ന വസ്തു, കൈകാര്യം ചെയ്യുന്ന ഈ പണം എന്ന് പറയുന്ന വസ്തു മാറുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി കോയിൻസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി. കാരണം എന്താ, ഈ ലോഹ രൂപത്തിലുള്ള സ്വർണ്ണവും വെള്ളിയും നാണയങ്ങളൊക്കെ വലിയ അളവിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആണ്, അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്, കള്ളന്മാർ മോഷ്ടിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്, നമുക്കത് കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം വലിയ അളവിൽ സ്വർണ്ണമാണ്, ഇപ്പോൾ 1000 സ്വർണ്ണ നാണയം കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. ഈ 1000 സ്വർണ്ണ നാണയത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഇത് കൊണ്ട് നടക്കണം, ഇത് കൈമാറ്റം ചെയ്യണം, അത് വാങ്ങിയ ആൾ ഇത് കൊണ്ടു നടക്കണം, സൂക്ഷിക്കണം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറിയപ്പോൾ പിന്നീട് അതിന് രൂപാന്തരം പ്രാപിച്ച് നമ്മൾ തന്നെ കണ്ടെത്തിയ മറ്റൊരു രൂപമാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി, അതുപോലെ തന്നെ കോയിൻ രൂപത്തിലുള്ള സാധനങ്ങൾ. ഇപ്പം നമുക്കറിയാം കോയിനൊക്കെ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, വളരെ കുറച്ച് പേര് മാത്രമേ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം, അതും ആ പൈസ നഷ്ടപ്പെട്ടാലോ, ഉദാഹരണത്തിന് 12 രൂപ കൊടുക്കേണ്ട ഒരു സാധനത്തിന് അല്ലെങ്കിൽ 15 രൂപ കൊടുക്കേണ്ട ഒരു സാധനത്തിന് ഞാൻ 20 രൂപ കൊടുക്കണമെങ്കിൽ ബാക്കി 5 രൂപ എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ച്, ആ പണം നഷ്ടപ്പെട്ടാലോ എന്ന് ചിന്തിച്ച്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോസസ്സാണ്. ആ പൈസ നഷ്ടപ്പെട്ടാലോ, അതിൻ്റെ അർത്ഥം പണം നഷ്ടപ്പെടുത്താനുള്ളതല്ല, അതോടൊപ്പം തന്നെ പണം നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളെ സംബന്ധിച്ചോളം ഒരു 5 രൂപ ചിലവഴിക്കാൻ നേരത്തും അത് കൈകാര്യം ചെയ്യാൻ ചില്ലറയും കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. പറഞ്ഞത് മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞത് നമ്മുടെ മൈൻഡ് സെറ്റിനെ പറ്റി. അപ്പോൾ പറഞ്ഞു തന്നത് ഇപ്പോൾ കോയിൻസ് പോലും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം കറൻസി അതിനപ്പുറത്തേക്കുള്ള പുതിയ രൂപത്തിലേക്ക്, അതായത് കറൻസി വന്നപ്പോഴേക്ക് ഈ കോയിൻസ് കൊണ്ട് നടക്കേണ്ട, നാണയങ്ങൾ കൊണ്ട് നടക്കേണ്ട ഭാരം വീണ്ടും കുറഞ്ഞു. അത് പേപ്പർ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ കുറവായിരുന്നു. പക്ഷേ അതിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയ അളവിൽ പണം, ഇപ്പോൾ ഒരു വസ്തു വാങ്ങുന്നു, ഒരു വലിയ വാഹനം വാങ്ങുന്നു, ഇതിനൊക്കെ വലിയ അളവിൽ പണം വേണം. ഈ പണം കറൻസി രൂപത്തിലുള്ള പണം കൊണ്ടു നടക്കാൻ പിന്നെയും ബുദ്ധിമുട്ടായി തോന്നി നമുക്ക്. അതായത് നമ്മൾ മനുഷ്യരെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ പ്രവർത്തികൾ എളുപ്പത്തിലാക്കാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ എളുപ്പത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണം കൈമാറ്റവും എളുപ്പത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കറൻസി പിന്നെയും രൂപമാറ്റം വന്നു. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഡിജിറ്റൽ പോലത്തെ രൂപത്തിലേക്ക് മാറി. ചിന്തിക്കുക, ഇപ്പം പണം നമ്മൾ തൊടുന്നേയില്ല, കാണുന്നില്ല. പണം എന്നുള്ള വസ്തു നമുക്കറിയില്ല, ഏത് രൂപത്തിലിരിക്കുന്നു നമുക്കറിയില്ല. രൂപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പണം മാറി. അതായത് പണമേ ഇല്ലായിരുന്നു, അതിനുശേഷം ഈ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ എന്നുള്ള ലോഹ രൂപത്തിലേക്ക് മാറി. അത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കറൻസി രൂപത്തിലേക്ക്, പേപ്പർ മെറ്റീരിയൽ കൊണ്ടുള്ള കറൻസി രൂപത്തിലേക്ക് മാറി. അതും കുറച്ചും കൂടെ കൈമാറ്റം കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി ഇപ്പോൾ രൂപമേ ഇല്ലാത്ത ഒരു വസ്തുവായി പണം മാറിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ കുറേ അധികം പൈസ ഉണ്ടെങ്കിൽ ആ സാധനം നോട്ടുകെട്ടുകളായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും നമുക്കത് ദൃഷ്ടിക്ക്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല. ഒരു ഡിജിറ്റൽ രൂപത്തിൽ, അക്കങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ തെളിഞ്ഞു കാണുന്ന ഒരു സാധനം മാത്രമായിട്ട് പണം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ പണം എന്നുള്ളതൊന്ന് ചിന്തിക്കുക, നമ്മൾ ഇമോഷണലി അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡുള്ള ഒരാൾക്ക് ഇതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പണം നഷ്ടപ്പെട്ടാലോ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വർണ്ണ നാണയം, വെള്ളി നാണയമൊക്കെ നമുക്കൊരു 100 വർഷം മുമ്പത്തെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വെറും 100 വർഷം മുമ്പത്തെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അന്നത്തെ കാലത്ത് ഈ സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഒരാളുകൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ, ഇന്നത്തെ വെറും 100 വർഷത്തിന് ഇപ്പുറം, 100 വർഷത്തിന് ശേഷം ഇന്ന് രൂപമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പണം മാറുന്ന ഇവരാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു, ഇപ്പോൾ ഈ പണം നമ്മൾ വലിയ മൂല്യമുള്ള വസ്തു തന്നെയാണ്, ഇല്ല എന്നല്ല പറയുന്നത്. ഈ പണത്തിന് നമ്മൾ അത്രയും വില കാണുന്ന മൂല്യമുള്ള ഈ ഒരു വസ്തു ഇപ്പം നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു 100 വർഷത്തിലേക്ക് ഇതിൻ്റെ രൂപം എന്തായിരിക്കും? നമുക്ക് സ്വപ്നം കാണാനോ സങ്കല്പിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത രൂപത്തിലേക്ക് ഒരു പക്ഷേ ഇന്നത്തെ പണം മാറിയേക്കാം, നമുക്കറിയില്ല. അപ്പോൾ പണം എന്നുള്ളത് നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ കൈകാര്യം ചെയ്യാൻ, എനിക്ക് ആവശ്യമുള്ളൊരു വസ്തു വാങ്ങാനായിട്ട്, എനിക്കൊരു ആവശ്യമുള്ളൊരു സാധനം, ഒരു സേവനം വാങ്ങാനായിട്ട് എനിക്ക് നൽകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നം മാത്രമാണ് പണം. ഈ പണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഏത് രൂപത്തിൽ എന്നുള്ളതല്ല, നമ്മളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഉപകരണം, ഒരു ടൂൾ, ഒരു വിനിമയ വസ്തു മാത്രമാണ് പണം. ഈ പണം എത്രത്തോളം നമ്മുടെ കൈവശമുണ്ടോ, വെറുതെ പണം നമ്മളിലേക്ക് വരില്ല. പണം എങ്ങനെയാണ് നമുക്ക് വരുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിലേക്ക് പണം വരുന്നത്? എന്നിലേക്ക് പണം വരണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ മറ്റൊരാൾക്ക് നൽകുന്നു. ഞാൻ നൽകുന്ന പ്രൊഡക്റ്റോ സർവീസോ സ്വീകരിക്കുന്ന ആൾ എന്തുമാത്രം അതിന് മൂല്യം കൽപ്പിക്കുന്നു, അതാണ് എനിക്കുള്ള പണം. അതായത് എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു മാരുതിയുടെ ആൾട്ടോ കാറാണെന്ന് സങ്കല്പിക്കുക. അത് സ്വീകരിക്കുന്ന ആൾ അതിന് എത്ര മൂല്യം കാണും? കൂടിപ്പോയാൽ 1, 2, 3 ലക്ഷം രൂപ വില കാണും അതിന്. അപ്പോൾ എനിക്ക് കിട്ടുന്ന പണം, ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പണം 1, 2, 3 ലക്ഷം രൂപയായിരിക്കും. നേരെ മറിച്ച് എൻ്റെ കൈവശമുള്ളത് ഒരു BMW, ഓഡിയോ, ബെൻസോ, ജാഗോർ അതുപോലത്തെ ഒരു പ്രീമിയം വണ്ടിയാണെങ്കിൽ ആ വണ്ടി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചോളം ചിലപ്പോൾ 1 കോടിയോ 2 കോടിയോ അതിന് വില കൽപ്പിച്ചേക്കാം. സ്വാഭാവികമായിട്ടും അതാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന പണം. അതുപോലെ നമ്മളുടെ സർവീസ്, ഞാൻ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് പോലെ തന്നെ സർവീസ്, അത് സ്വീകരിക്കുന്ന ആൾ എന്തുമാത്രം അതിന് മൂല്യം കൽപ്പിക്കുന്നു, അതാണ് എനിക്ക് കിട്ടുന്ന പണം. അപ്പോൾ നമുക്ക് പണം ലഭിക്കണമെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റി നിർത്തുക, നമുക്ക് പണം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൂല്യമുള്ളൊരു വസ്തു മറ്റുള്ളവർക്ക് നൽകേണ്ടിയിരിക്കുന്നു. ആ നൽകുന്ന വസ്തുവിന് സ്വീകരിക്കുന്ന ആൾ എന്ത് മൂല്യമാണോ കൽപ്പിക്കുന്നത്, അതാണ് നമ്മൾക്ക് കിട്ടുന്ന പണം. അപ്പോൾ വലിയ മൂല്യം മറ്റുള്ളവർ നൽകുന്ന പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുക. വലിയ അളവിൽ പണം ഉണ്ടാക്കാം. വലിയ മൂല്യം മറ്റുള്ളവർ വലിയ മൂല്യം നൽകുന്ന പ്രോഡക്റ്റോ സർവീസോ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുക. വലിയ അളവിൽ പണം നമുക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിൻ്റെ മാനദണ്ഡം വലിയ അളവിൽ മൂല്യം കൽപ്പിക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവർക്ക് നൽകുന്നത് വഴി വലിയ അളവിൽ പണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ വലിയ അളവിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ അത്രയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ പണവുമായിട്ട് ബന്ധപ്പെട്ട മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് മണി മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകം. അതായത് പണത്തിന് എപ്പോഴും ഇമോഷൻസ് ഉണ്ട്, അത് നമ്മൾ അറിയില്ല എന്നുള്ളത്. കാരണം ആ പണത്തിൻ്റെ ഇമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമോഷൻ തന്നെയാണ് പണത്തിൻ്റെ ഇമോഷൻസ്. അത് എൻ്റെ മൈൻഡിലുള്ള ഇമോഷൻസ് ആയിരിക്കില്ല മറ്റൊരാളുടെ മൈൻഡിലുണ്ടാവുന്നത്, ആ ഇമോഷൻസ് ആയിരിക്കില്ല അടുത്തൊരാളുടെ മൈൻഡിലേക്ക് ഉണ്ടാവുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ ഇമോഷൻസ് ആണ് പണവുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസ്. കാരണം ഒന്ന് ചിന്തിക്കുക, പണം കൈകാര്യം ചെയ്യുന്ന എന്ത് വസ്തുവും, പണത്തിനെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പണമാണ് നമ്മുടെ ആവശ്യമുള്ള വസ്തു എന്നുള്ളതുകൊണ്ട് പണത്തിനെ കൊണ്ടുവരുന്നു. മറ്റെന്ത് വസ്തുവും അതെ, ഇത് പണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാണ്. അതായത് പണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈകാര്യം ചെയ്യാൻ 3 സാഹചര്യങ്ങളാണുള്ളത്, 3 സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന് റിസീവ്, സ്വീകരിക്കുക, പണം സ്വീകരിക്കുക. തൊട്ട് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പണം സ്വീകരിക്കുക. ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവരതിന് എത്രമാത്രം മൂല്യം കൽപ്പിക്കുന്നു അത്രയും അളവിൽ പണം എനിക്ക് കിട്ടുന്നു. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചിലപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള ഗിഫ്റ്റായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ സഹായമായിട്ട് വന്നേക്കാം. സ്നേഹം കൊടുക്കുമ്പോൾ അതും ഒരു മൂല്യമാണ്. ആ എൻ്റെ സ്നേഹത്തിന് ഓപ്പോസിറ്റുള്ള ആൾ എത്രത്തോളം വില കൽപ്പിക്കുന്നോ അതനുസരിച്ചുള്ള ഗിഫ്റ്റുകളായിട്ടോ സമ്മാനങ്ങളായിട്ടോ അതല്ലെങ്കിൽ ഈ സഹായങ്ങളായിട്ടോ ഒക്കെ എനിക്ക് വന്നേക്കാം. അതും പണം സ്വീകരിക്കുമ്പോൾ ഏത് രീതിയിലാണെങ്കിലും ശരി, മറ്റുള്ളവരിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും എൻ്റെ കൈവശം പണമായിട്ട് വരുമ്പോൾ ഈ പണം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പണം എന്നിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതൊരു സാഹചര്യം, പണം സ്വീകരിക്കുന്നതോടൊപ്പം സൂക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് വന്ന പണം, എൻ്റെ എന്തെങ്കിലും ഒരു എഫേർട്ടിനനുസരിച്ച് ഞാൻ സ്വീകരിച്ച എനിക്ക് ലഭിച്ച പണം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഭാവിയിലെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണം സൂക്ഷിക്കുന്നു. പല രീതിയിലുണ്ടാവാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കാം, സേവിങ്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പണമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കാം. ഇതെല്ലാം സൂക്ഷ്മതയാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മക്കളുടെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു, അതും
അത് എക്സ്പെൻസ് ആണ്, പക്ഷേ അതിനേക്കാൾ ഉപരി അത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഞാനൊരു വീടും വസ്തുവും മേടിക്കുന്നു, അതെൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. ഞാനൊരു വാഹനം മേടിക്കുന്നു, അതൊരു പക്ഷേ ഫ്യൂച്ചറിലേക്ക് വേണ്ടി. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം സൂക്ഷിക്കുകയാണ്. ഇനി അലമാരിൽ പണം കൊണ്ട് സൂക്ഷിച്ചാലും ശരി, FD ഇട്ടാലും ശരി, ഒരു ചിട്ട് ചേർന്നാലും ശരി, മ്യൂച്വൽ ഫണ്ട് ചേർന്നാലും ശരി, ഇതൊക്കെ ഞാൻ എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പണം സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പണം നൽകുക. പണം നൽകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ്. ആദ്യം കണ്ടല്ലോ, എനിക്ക് പണം കിട്ടണമെങ്കിൽ ഞാൻ നൽകുന്ന പ്രൊഡക്റ്റിനും സർവീസിനും ഓപ്പോസിറ്റുള്ള ആൾ എത്രത്തോളം വില കൽപ്പിക്കുന്നു അത്രത്തോളം പണം കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ മറ്റൊരാൾക്ക് പണം നൽകുമ്പോൾ എനിക്ക് എന്തുമാത്രം മൂല്യമുള്ള, എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ട, എനിക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്നിലേക്ക് കിട്ടുന്നത്, അതനുസരിച്ച് ഞാൻ പണം നൽകാൻ തയ്യാറാവും. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളും പണം ഞാൻ നൽകുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു പക്ഷേ മാനസികമായിട്ടായിരിക്കും, ശാരീരികമായിട്ടായിരിക്കാം, സാമൂഹികമായിട്ടായിരിക്കാം, ഏതെങ്കിലും രീതിയിലായിരിക്കാം. അതായത് എൻ്റെ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്, എൻ്റെ എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പണം ചിലവഴിക്കുക. അത് ഒരു സംശയം വേണ്ട. ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് സഹായം കൊടുക്കുകയാണെങ്കിൽ പോലും തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ ശരി, എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പണം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 സന്ദർഭങ്ങൾ, പണം സ്വീകരിക്കുമ്പോൾ, സൂക്ഷിക്കുമ്പോൾ, അതുപോലെ തന്നെ പണം നൽകുമ്പോൾ, ഈ 3 സാഹചര്യത്തിലും നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് മണി മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയെടുക്കാനുള്ള, പോസിറ്റീവ് മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ 3 സന്ദർഭങ്ങളിലും ആത്മാർത്ഥതയോടെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. ആത്മാർത്ഥതയോടു കൂടി സന്തോഷത്തോടു കൂടി പണം സ്വീകരിക്കുമ്പോൾ, ഓരോ പണം ഞാൻ സ്വീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും എനിക്കത് അർഹതപ്പെട്ട പണമാണ്. ഗിഫ്റ്റ് തരികയാണെങ്കിലും ശരി, സഹായം തരികയാണെങ്കിലും ശരി, എൻ്റെ അധ്വാന ഫലമായിട്ട് എനിക്ക് കിട്ടുന്ന കൂലിയായിട്ടാണെങ്കിലും ശരി, എൻ്റെ ജോലിയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളമായിട്ടാണെങ്കിലും ശരി, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമായിട്ടാണെങ്കിലും ശരി, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, പണം എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പണം ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നന്ദിയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സ്വീകരിക്കുക. കാരണം ഈ മൂന്ന് ചിന്താ പാറ്റേണും, അതായത് നന്ദി, സന്തോഷം, ആത്മാർത്ഥത, ഇത് 3ഉം നമുക്ക് ഇനിയും ഇത് വേണം എന്നുള്ളൊരു സിഗ്നലാണ് ബ്രെയിനിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത്. ഞാൻ എന്തിന് സന്തോഷത്തോടു കൂടി, നന്ദിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുന്നു, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത് ഇത് എനിക്ക് താല്പര്യമുള്ള ഒന്നാണ്, ഇത് എനിക്ക് ഇനിയും വേണമെന്ന് സ്വീകരിക്കുന്നു. ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തും എടുത്തോ, പണത്തിനങ്ങ് മാറ്റി നിർത്തുക, എന്തും എടുത്തോ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ സ്വീകരിക്കുന്ന നന്ദിയോടെ, സന്തോഷത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത് ഇതെനിക്ക് ഇനിയും വേണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറുന്നു. നന്ദിയോടു കൂടി, സന്തോഷത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി പണത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ, ശീലിക്കുമ്പോൾ, ഒരുപക്ഷെ നമുക്കിപ്പോൾ ശീലമില്ലെങ്കിൽ മനഃപൂർവ്വം 1 രൂപ കിട്ടുമ്പോഴും, 1 ലക്ഷം രൂപ കിട്ടുമ്പോഴും, 1 കോടി രൂപ കിട്ടുമ്പോഴും, 100 രൂപ കിട്ടുമ്പോഴും, 10 രൂപ കിട്ടുമ്പോഴും സന്തോഷത്തോടു കൂടി, നന്ദിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുക. കാരണം ഇത് സ്വീകരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോസസ്സുകൾ, അതിൻ്റെ ആ പ്രോഗ്രാമുകൾ ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? ഇത് എനിക്ക് ഇനിയും വേണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ നന്ദിയോടെ, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ട സാഹചര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഈ കുഴപ്പമില്ലാന്ന് ആദ്യം വന്നത് മൈൻഡ് സെറ്റിൻ്റെ, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉത്തരവാണ്. അതേപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പണം സ്വീകരിക്കുമ്പോഴും, സൂക്ഷിക്കുമ്പോഴും, നൽകുമ്പോഴും നന്ദിയോടെ, സന്തോഷത്തോടു കൂടി, ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുമ്പോഴേ സബ് കോൺഷ്യസ് മൈൻഡ് പതുക്കെ ഏറ്റെടുക്കും, ഇതെനിക്ക് ഇനിയും വേണം. അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളിലും നന്ദിയോടെ, ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടു കൂടി പണത്തിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇത് നിരന്തരം ആവർത്തിക്കുക. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും ചെയ്ത് നിർത്തരുത്. റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ആയി തുടങ്ങും. അതായത് നമ്മളുടെ ഇതുവരെയുള്ള പാറ്റേണിനെ പതുക്കെ മാറ്റിയെടുക്കാൻ തുടങ്ങും. ഇത് നിരന്തരമായിട്ടുള്ള പ്രോസസ്സിലൂടെ, നിരന്തരം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ മണി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. എനിക്കിത് ഇനിയും വേണം എന്നുള്ളൊരു ആവേശത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി പണത്തിനെ സ്നേഹിക്കുക. പണത്തിന് മാത്രമല്ല, എന്തും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത്, വെറുതെ സ്നേഹിച്ചാൽ പോരാ, ആത്മാർത്ഥതയോടുകൂടി എന്താണോ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, അതൊരു സംശയം വേണ്ട, അത് നേടിയെടുക്കാൻ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മക്കളുടെ സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത
ജീവിത സഖിയ, ഭാര്യയാവാം ഭർത്താവാം, നിങ്ങളുടെ ജീവിത സഖിയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളിലേക്ക് പല മടങ്ങായിട്ട് തിരിച്ചു കിട്ടുന്നു. ഇത് തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈവൻ നിങ്ങളൊരു വണ്ടി ആത്മാർത്ഥമായിട്ട്, ഒരു വാഹനത്തിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കും എന്നുള്ളത് ഒരു മൈൻഡിൻ്റെ ഒക്കെ ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ പണത്തിനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, അത് വെറുതെ പോരാ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മൈൻഡിൽ അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന 2 മിനിറ്റിൽ എനിക്ക് നല്ല രീതിയിൽ പണം വേണം, നല്ല രീതിയിൽ പണം എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഈ പണം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് വലിയ രീതിയിൽ പണം വേണം, ചുമ്മാ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പണത്തിനെ സ്നേഹിക്കുകയും ചെയ്യുക. സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്നേഹിക്കുന്ന വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇതേപോലെ വേണം എപ്പോൾ പണം കൈകാര്യം ചെയ്യുമ്പോഴും. ഒരു സ്നേഹിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പലരും സ്നേഹിക്കുന്ന സ്വന്തം മൊബൈലിനെയാണ്. അപ്പോൾ ഈ മൊബൈലിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒന്ന് താഴെ വീഴാൻ നമ്മൾ സഹിക്കുമോ? ഒന്ന് എടുത്തെറിയാൻ നമ്മൾ ശ്രമിക്കുമോ? അതല്ലെങ്കിൽ അലസമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമോ? വെള്ളത്തിലിടാൻ നമ്മൾ നോക്കുമോ? അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈലിനെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓർണമെൻറ്റ്സോ ഡ്രസ്സോ എന്തുമാട്ടെ, ഇതിനെ നമ്മൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? വളരെ ശ്രദ്ധയോടുകൂടി, വളരെ പരിപാലന ഒരു സ്വഭാവത്തോടു കൂടിയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക. ഇതേപോലെ പണത്തിനെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വസ്തു എന്താണോ, വ്യക്തി എന്താണോ, അതിനെ എങ്ങനെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേ രീതിയിൽ പണത്തിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അതിനെയാണ് പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, അവഗണിക്കാതിരിക്കാൻ ചെയ്യുക. റെസ്പെക്റ്റ് വേണം, ബഹുമാനം വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസ്പെക്റ്റ് ചെയ്യുന്ന സാധനം നമ്മളെ സംബന്ധിച്ചോളം അവഗണിക്കാതിരിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പണത്തിനോട് സത്യസന്ധത പുലർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം നമ്മളുടെ ചിന്താരീതികൾക്ക്, നമ്മുടെ മൈൻഡ് സെറ്റിന് നിരക്കാത്ത പണം നമ്മളിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ മൈൻഡ് സെറ്റിന് കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പണവും നമ്മളിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, നമ്മളുടെ മനസ്സിന് നിരക്കാത്ത, നമ്മുടെ ചിന്താരീതികൾക്ക്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ജീവിതശൈലിക്ക് നിരക്കാത്തൊരു പണം എന്നിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സത്യസന്ധത, അതായത് എൻ്റെ മനസ്സിനോടുള്ള സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പണം എന്നിലേക്ക് വരാവുള്ളൂ. അല്ലാത്ത വരുന്ന പണം ഒരു കാരണവശാലും എൻ്റെ കൈവശം ഇരിക്കരുത്, അപ്പോഴേ ഒഴിവാക്കിക്കോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഉപകാരമുള്ള കാര്യത്തിന് കൊടുത്ത് ഒഴിവാക്കിക്കൊള്ളുക. ഉദാഹരണത്തിന് അർഹമല്ലാത്തുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, നമ്മളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പണം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതെനിക്ക് അർഹതയില്ലാത്തൊരു പണമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ പലതുമായിരിക്കും കൂടുന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ, എത്ര കുടം പാലുണ്ടെങ്കിലും, എത്ര അളവിൽ പാലുണ്ടെങ്കിലും 1-2 തുള്ളി തൈര് മതി, പതുക്കെ എല്ലാം കൂടെ നശിച്ചു പോകും, അല്ലെങ്കിൽ തൈരായി പോകും എന്ന് പറയുന്ന പോലെ തന്നെ. അതേപോലെ വേണം നമ്മൾ മനസാക്ഷിക്ക് നിരക്കാത്ത, നമ്മുടെ മൈൻഡിന് നിരക്കാത്ത പണം നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. വന്നാൽ തന്നെ ആ നിമിഷം അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റാർക്കെങ്കിലും കൊടുക്കുക, മറ്റേതെങ്കിലും രീതിയിലേക്ക് ചാരിറ്റിയായിട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മളിൽ നിന്നും ആ പണം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പണത്തിനോടുള്ള നമ്മുടെ സമീപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭയത്തോടെ കാണരുത്, ആശങ്കയോടെ പണത്തിനെ കാണരുത്. പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, ഭയത്തോടെയും ആശങ്കയോടെയും പണം കാണുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും തെറ്റൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം, ഇപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപ നേടിയെടുക്കാൻ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2-3 മാസം കൊണ്ട് എനിക്ക് 10,000 രൂപ നേടിയെടുക്കാൻ പറ്റുമെന്ന് സങ്കല്പിക്കുക. അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 10,000 രൂപ നേടിയെടുക്കാൻ പറ്റുമെന്ന് സങ്കല്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ ചെയ്യുമ്പോൾ 10,000 രൂപ വരെ റിസ്ക് എടുക്കാൻ എനിക്ക് ഓക്കെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 10,000 രൂപ വരെ എനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയം ഉണ്ടാവില്ല, ലാഭം വന്നാലും ഭയം ഉണ്ടാവില്ല. കാരണം അതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണം. പക്ഷേ അതിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം രൂപയിലേക്കൊക്കെ ലാഭവും പ്രശ്നം തന്നെയാണ്. ലാഭമോ നഷ്ടമോ വരുമ്പോൾ നമ്മുടെ മൈൻഡിനൊരു ഭയം വന്നു തുടങ്ങും. കാരണം വെച്ചാൽ നമുക്ക് അത്ര ഈസി അല്ലാത്തൊരു പണമാണത്. ഇതുകൊണ്ടാണ് തൊട്ട് മുമ്പേ പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ, ഒരു മൊബൈൽ ഫോണിന് 45,000 രൂപ എന്ന് പറയുമ്പോൾ, അയ്യോ 45,000 എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് അവിടെ പുറത്തുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പണം എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടോ, ഇത്രയും പണം നേടിയെടുക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകൾ ഒഴിവാക്കുക. പണത്തിനെ ഭയത്തോടു കൂടി സമീപിക്കരുത്. എത്ര വലിയ അളവിലുള്ള പണമാണെങ്കിലും ശരി, ഭയം ഉണ്ടാകരുത്. അത് നമുക്ക് കൈകാര്യം ചെയ്യാം. എന്തിനെ പണത്തിനെ ഭയക്കുന്നത്? പണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൈമാറ്റം,
ക്രയവിക്രയങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത്. അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിലേക്ക് വന്നാലും ശരി, നമ്മളിൽ നഷ്ടപ്പെട്ട പോലും ശരി, വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. കാരണം അതിനുള്ള ശേഷിയും മൈൻഡ് സെറ്റും നമുക്കുണ്ടാകും. അതെ, പണത്തിനെ ഭയത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ കണ്ടു കഴിഞ്ഞുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഭയത്തോടെ ആശങ്കയോടെ കാണുന്ന എന്തിനോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ജസ്റ്റ് ഒന്നുകൂടെ ചിന്തിക്കുന്നു. നിങ്ങൾ ഭയത്തോടെ കാണുന്ന, ആശങ്കയോടെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൃഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവിയാണെങ്കിൽ, ഭയത്തോടെ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ ഒരു ജീവിയോ ഒരു മൃഗമോ എന്തുമോട്ടെ, അതിനോടൊപ്പം നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം എനിക്ക് പാമ്പിനെ ഭയമാണെങ്കിൽ പാമ്പിനോടൊപ്പം ഞാൻ ജീവിക്കാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. അതിനെ അകറ്റി നിർത്താനേ ഞാൻ ശ്രമിക്കൂ. എനിക്കൊരു വ്യക്തി ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ, എനിക്കതിനെ കാണുന്നതേ ഭയമാണെങ്കിൽ, എനിക്ക് ആശങ്കയാണെങ്കിൽ, അതിനോടൊപ്പം ഞാൻ സമയം ചെലവഴിക്കാനോ ജീവിക്കാനോ ഒരിക്കലും മെനക്കെടില്ല, ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുള്ളൂ. പണവും അത് തന്നെ. എനിക്ക് ഭയമാണെങ്കിൽ, ആശങ്ക ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിലേക്ക് വന്നാൽ പോലും ഒന്നുകിൽ ഞാൻ മാറിപ്പോവും, അതല്ലെങ്കിൽ ഞാൻ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ അറിയുന്ന പ്രോസസ്സല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭയത്തോടെ ആശങ്കയോട് കൂടി പണത്തിനെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവിടെ പണം നിങ്ങളിൽ നിന്ന് അകലുകയാണ്, അല്ലെങ്കിൽ പണത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോവുകയാണ് ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സല്ല. അത് വീണ്ടും പറയുന്നു, അത് റെഗുലർ പ്രോസസ്സാണ്. കാരണം ഡെയിലി ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ഡെയിലി ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. മാറ്റിയെടുക്കുക, മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. അതുപോലെ വലിയ അളവിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കുക, പണം സ്വീകരിക്കാൻ, പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കുക. വലിയ അളവിൽ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയാണോ സ്വപ്നം കാണുന്നത്, ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ളൊരു 70 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ നിങ്ങൾ എത്ര രൂപയാണോ ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സമ്പാദിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ 10 മടങ്ങ് സമ്പാദിക്കാനുള്ള, അതിൻ്റെ 100 മടങ്ങ് സമ്പാദിക്കാനുള്ള ഒരു ശേഷി മൈൻഡ് സെറ്റിൽ ആർജിച്ചുകൊണ്ടിരിക്കുക. അത്രയും വലിയ രീതിയിലേക്ക് പണത്തിനെ സ്വീകരിക്കാനുള്ള മൈൻഡിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പണം സ്വീകരിക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും നൽകുമ്പോഴും പണത്തിനെ നന്ദിയോടെ, ആത്മാർത്ഥതയോടു കൂടി, സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനും അതുപോലെ തന്നെ സൂക്ഷിക്കാനും നൽകാനും നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മൾ അത് എവിടെ പണം നൽകാനാണെങ്കിലും, എന്തൊരു കാര്യത്തിന് വേണ്ടി പണം നൽകാനാണെങ്കിലും ശരി, ആ പണം നൽകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, നന്ദിയോടെ നൽകണം. ഒരിക്കലും മനസ്സിൽ ഒരു ദേഷ്യമുള്ള സ്വഭാവത്തോടു കൂടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മനസ്സിൽ പ്രാഗിക്കൊണ്ട് പൈസ നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്ത മനസ്സിൽ വരാതെ, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴേക്ക് ഈ പൈസ എനിക്ക് ചെലവഴിക്കാനുള്ളതല്ല, എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നൽകുമ്പോൾ പോലും ഒരാൾക്ക് സഹായമാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കാനാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ നന്ദിയോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് ഒന്ന് ചിന്തിക്കുക, എനിക്ക് ജീവിതത്തിൽ വലിയൊരു വീടും വാഹനമൊക്കെ എൻ്റെ സ്വപ്നമാണെങ്കിൽ ഈ വീടും വാഹനം നേടിയെടുക്കാൻ പണം കൊടുത്തേ മതിയാവും. പണം കൊടുക്കാൻ എനിക്ക് മടിയാണെങ്കിൽ, പണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ, പണം കൊടുക്കാൻ എനിക്ക് സന്തോഷമില്ലെങ്കിൽ, പണം കൊടുക്കുമ്പോൾ നന്ദിയോടെ ആത്മാർത്ഥത്തോടു കൂടിയല്ല ഞാൻ ചെയ്തെങ്കിൽ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ പണം നൽകുമ്പോഴും സന്തോഷത്തോടെ, സ്വീകരിക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും നൽകുമ്പോഴും സന്തോഷത്തോടെ, ആത്മാർത്ഥത്തോടെ, നന്ദിയോടെ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ആഗ്രഹിക്കാനും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക, അവഗണിക്കാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, ഭയത്തോടെ കാണാതിരിക്കുക, വലിയ അളവിൽ പണം സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തുക. ഇത്തരം കാര്യങ്ങൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിരന്തരം ആവർത്തിച്ച്, ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോവും, ഒരു കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടുവരിക, മൈൻഡിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം നിലവിലുള്ള മൈൻഡ് സെറ്റ് എന്താണോ അതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഒപ്റ്റിമൈസേഷൻ പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ള മൈൻഡ് സെറ്റിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണമെങ്കിൽ പണമായിട്ട് ബന്ധപ്പെട്ട ചിന്താരീതികളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റിമറിച്ചെടുത്തേ മതിയാകൂ. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആളുകളുടെ പ്രത്യേകതയാണ്, സാധാരണക്കാരുടെ പ്രത്യേകതയാണ് സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകളും വല്ലാതെ ആഗ്രഹിക്കും. പക്ഷേ സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകളും എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കുന്നത്. അതായത് ഡിസ്കൗണ്ടുകൾ കിട്ടിയാൽ വാങ്ങാം, ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കരുത്. ഡിസ്കൗണ്ടുകൾ, സൗജന്യങ്ങൾ നമുക്ക് കിട്ടിയാൽ വാങ്ങാം, സന്തോഷത്തോടു കൂടി വാങ്ങാം, അതിനെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം വെച്ചാൽ ഡിസ്കൗണ്ടിനായിട്ട് കാത്തിരിക്കുമ്പോൾ
ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആവട്ടെ മറ്റേതെങ്കിലും ഷോപ്പിംഗ് ആവട്ടെ ഇന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമ്മൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എനിക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങണം, ഇനി അടുത്ത മാസമേ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഞാൻ അടുത്ത മാസമേ വാങ്ങുന്നു എന്ന് പറയുന്നത് അവിടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന മറ്റൊരു സിഗ്നലാണ്. ഇത് അതിൻ്റെ തക്കതായ മൂല്യം നൽകിക്കൊണ്ട് വാങ്ങാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ളൊരു സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു തോട്ട് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ എനിക്കൊരു പ്രോഡക്റ്റ് വാങ്ങേണ്ട ഒരു ആവശ്യം വന്നു. ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കമ്പനിയിൽ 10% ഡിസ്കൗണ്ട്, മറ്റൊരു കമ്പനിയിൽ 15% ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ 1 വർഷത്തെ വാറണ്ടി, ഒരു കമ്പനിയിൽ 5 വർഷത്തെ വാറണ്ടി എന്നൊക്കെ വരുമ്പോൾ ആ ഒരു സൗജന്യവും ഡിസ്കൗണ്ടും അവർ കൊടുക്കുന്നതാണ്, എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. എന്നാൽ അടുത്ത ദീപാവലി ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ഓണമാവട്ടെ അപ്പോഴത്തേക്ക് നല്ല ഓഫർ വരുള്ളൂ, അപ്പോൾ എടുത്തോളാം. ഇത് നമ്മൾ ഈ സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകൾക്കുമായിട്ട് കാത്തിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും നമ്മളുടെ മനസ്സിൻ്റെ ശേഷി, പ്രത്യേകിച്ച് ഏണിങ് എബിലിറ്റി, പണം ഉണ്ടാക്കാനുള്ള ശേഷി. കാരണം നമുക്ക് അത്രയധികം പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കൗണ്ടിനൊക്കെ ആഗ്രഹിക്കുന്നത്. ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ മൈൻഡ് സെറ്റ് തീരുമാനിക്കുകയാണ്, ശേഷിയില്ല, പണം ഉണ്ടാക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ചിന്തിക്കുക, പണം ആരുടെയും കുത്തകയല്ല. മണി മേക്കിംഗ് സ്കില്ലും മണി മൈൻഡ് സെറ്റും ആർജിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് പണം ഉണ്ടാക്കാൻ പറ്റും. മണി മേക്കിംഗ് സ്കില്ലും മണി മൈൻഡ് സെറ്റും ആർജിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ലോകത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മണി മൈൻഡ് സെറ്റിനെ കൊണ്ടുവരിക. അപ്പോൾ മണി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലേക്ക് നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളോ വളർച്ചയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം എന്ത് കാര്യം ചിന്തിച്ച് നോക്കുക. കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം നമുക്ക് ആത്മാർത്ഥമായിട്ടും റിസ്ക് എടുത്തും ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം ആത്മാർത്ഥമായിട്ടും റിസ്ക് എടുത്തും നമുക്ക് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യാനൊന്നും മടിക്കും. കാരണം നമുക്കേ കോൺഫിഡൻസ് ഇല്ല, പിന്നെ റിസ്ക്കും കൂടെ എടുക്കുന്ന എന്തിനാണ്? ഉദാഹരണത്തിന് എനിക്ക് നീന്തലിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, സ്കില്ലുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. നീന്താൻ ഞാൻ ചിലപ്പോൾ അല്പം റിസ്ക് എടുത്തേക്കാം. പക്ഷേ നീന്തലിൽ എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, സ്കില്ലും ഇല്ല, കോൺഫിഡൻസും ഇല്ല, ഞാൻ വെള്ളത്തിലിറങ്ങാൻ നന്നായിട്ട് മടിക്കും. ഡ്രൈവിംഗ് എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ ഒരൽപ്പം റിസ്ക് എടുക്കാൻ പോലും, ഒരു എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ആംബുലൻസ് ഓടിക്കുന്ന പരുവത്തിലൂടെ എൻ്റെ വാഹനം ഓടിച്ചു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടാവും. പക്ഷേ വാഹനമേ ഓടിക്കാനുള്ള സ്കില്ലും കോൺഫിഡൻസും ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് നേടിയെങ്കിൽ മാത്രമേ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ വാക്ക്, എൻ്റെ കൈവശം ഇതുവരെയുള്ള എല്ലാ സമ്പത്തുകളും നാളെ അല്ലെങ്കിൽ ഇന്നൊരു രാത്രി വെളുക്കുന്നതിന് മുമ്പേ ഇല്ലാതെയായിപ്പോയി കഴിഞ്ഞാലും എനിക്ക് ഇതൊക്കെ തിരിച്ച് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം. അതായത് ഞാൻ എൻ്റെ അസറ്റ് എത്രത്തോളം ഉണ്ടോ, എൻ്റെ സമ്പത്ത് എത്രത്തോളം ഉണ്ടോ, ഇത് മുഴുവൻ ഇന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പേ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഇത് മുഴുവൻ നാമാവശേഷമായി പോയാലും, നമുക്കറിയാം ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, മുഴുവൻ നാമാവശേഷമായി പോലും ശരി, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശേഷി കൊണ്ട് ഞാൻ നേടിയെടുത്താണ്, ഇതൊക്കെ എനിക്ക് ഇനിയും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ കോൺഫിഡൻസ്. ഈ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, ഈ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം മേഖലകളുള്ള വൈദഗ്ധ്യം നേടണം. അതായത് മണി മേക്കിംഗ് സ്കിൽ, ഒരു മേഖലയിൽ മാത്രം മണി മേക്കിംഗ് സ്കില്ല് പോലെ പല മേഖലകളിൽ മണി മേക്കിംഗ് സ്കില്ല്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എനിക്ക് സ്കില്ലുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്കില്ലുണ്ട്. എൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. രണ്ടാമത് കോച്ചിങ് അഥവാ ടീച്ചിങ്, അതിലും എനിക്ക് അത്യാവശ്യം നല്ല സ്കില്ലുണ്ട്, അത് മണി മേക്കിംഗ് സ്കില്ലുണ്ട്. മൂന്നാമത്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും, ഇതിലും എനിക്ക് അത്യാവശ്യം നല്ല സ്കില്ലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം മണി മേക്കിംഗ് സ്കില്ലുള്ള 3 വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലൂടെ, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്കത് വർദ്ധിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത് കോച്ചിങ് ആൻഡ് ടീച്ചിങ്ങിലൂടെ എനിക്ക് മണി മേക്കിംഗ് സ്കില്ലുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഈ രണ്ടും പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൂടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മണി മേക്കിംഗ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്നിലധികം 2 or 3 മേഖലകളിൽ മണി മേക്കിംഗ് സ്കിൽ ആർജിക്കുക. കാരണം പറയാൻ പറ്റില്ല ഏത് മേഖല ഏത് സമയത്ത് ഇല്ലാതെയാവും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2 or 3 മേഖലകളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മണി മേക്കിംഗ് സ്കില്ല്. അത് ചിന്തിക്കണ്ട എനിക്കിപ്പോൾ എത്രയൊക്കെ ഏജ് ആയില്ലേ, അപ്പോൾ ഇനി ഈ സമയമായിട്ട് ഈ പ്രായത്തിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഇതൊന്നും ചിന്തിക്കണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആർജിച്ചെടുക്കാവുന്ന കാര്യമാണ് സ്കില്ല് എന്നുള്ളത്. രണ്ടാമത്തെ നമ്മളിപ്പോൾ പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം മണി മൈൻഡ് സെറ്റ് ആർജിക്കുക. കാരണം മണി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ അങ്ങ് മാറും. മൂന്നാമത്തത് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. എമർജൻസി ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് എൻ്റെ ജീവിതം
ഒരു മാസം സുഖകരമായിട്ടും സന്തോഷകരമായിട്ടും ടെൻഷൻ ഇല്ലാതെയും ജീവിച്ചു പോകണമെങ്കിൽ എനിക്കൊരു മാസം എത്ര രൂപ വേണം? ഇതാണ് നമ്മളുടെ കണക്ക്. അതായത് ഇപ്പം എനിക്ക് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എക്സാമ്പിൾ ഒരു 15,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ വേണ്ടതെന്ന് സങ്കല്പിക്കുക. എനിക്കൊരു മാസം 15,000 രൂപ 1,50,000 രൂപ വേണമെന്ന് സങ്കല്പിക്കുക. ഇത് ഇൻറ്റു 6, അതായത് ഇൻറ്റു 6 6 മാസത്തേക്കുള്ള ഫണ്ട് സുഖകരമായിട്ടും സന്തോഷകരമായിട്ടും ടെൻഷൻ ഇല്ലാതെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന ജീവിത നിലവാരത്തിന് എത്ര രൂപ വേണോ, ഒരു മാസം എത്ര രൂപ വേണോ, അങ്ങനെ 6 മാസത്തെ എമൗണ്ട് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കരുതണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം നമ്മളെ ബാധിക്കുന്നത് നമ്മളുടെ മണി, അതായത് നമ്മുടെ വീട്ടു ചിലവുകൾ, നമ്മുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതില്ല. നമുക്ക് എവിടെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അവിടെ ഓവർകം ചെയ്യാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കിയാൽ മതിയാവും. അപ്പോൾ മിനിമം ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ട് നമ്മൾ കൈവശം വയ്ക്കുക. 3 വർഷത്തെ എമർജൻസി ഫണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം എത്ര തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോയാലും തിരിച്ചു കയറി വരാൻ പറ്റും. 3 വർഷത്തെ എമർജൻസി ഫണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം തകർച്ചയുടെ എത്ര വലിയ പടുകുഴിയിലേക്ക് വീണാലും ശരി ഈസി ആയിട്ട് തിരിച്ചു കയറാൻ പറ്റും. കാരണം 3 വർഷത്തേക്ക് ഒരു സാഹചര്യവും അങ്ങനെ തന്നെ നിലനിൽക്കില്ല. ഉറപ്പായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ 3 വർഷം എഫേർട്ട് എടുക്കാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനുള്ള സാഹചര്യം നമുക്ക് വരികയാണ്. കാരണം 3 വർഷത്തേക്ക് വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ മറ്റ് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകാനുള്ള ഫണ്ട് നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു ടെൻഷനും വേണ്ട. ഈസി ആയിട്ട് ഏത് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണാലും ശരി 3 വർഷത്തെ എമർജൻസി ഫണ്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാതെ മീൻസ് വലിയ ഇതിലേക്ക് പോകില്ല, തിരിച്ചു കയറി വരാൻ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയെങ്കിലുള്ള, അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ടേം ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ പണം നമ്മളുടെ ഭാവിയിലേക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിന് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടേം ഇൻഷുറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ മാത്രം അവരുടെ ആശ്രിതർക്ക് തുക കൊടുക്കുന്നതിനാണ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ അവരുടെ ആശ്രിതർക്ക് തുക കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ കുടുംബത്തിന് പൈസ കിട്ടിയിട്ട് എന്താണ്? കാരണം നമുക്കറിയാം കുടുംബത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലശേഷം ആ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ചമായിട്ടുള്ളൊരു സെക്യൂരിറ്റിയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിസ്സാരമായ പ്രീമിയം, ചിലപ്പോൾ 10,000 20,000 രൂപയ്ക്ക് ഒരു വർഷത്തിലുണ്ടാവുള്ളൂ. എക്സാമ്പിൾ മാത്രം 10,000 20,000 രൂപയ്ക്ക് ഒരു വർഷത്തിലുണ്ടാവുള്ളൂ. ഈ പണം കൊണ്ട് 50 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ ഒക്കെ നമുക്ക് കവറേജ് എടുക്കാൻ പറ്റും. കവറേജ് എടുക്കുമ്പോൾ ചിന്തിക്കുക, നിസ്സാരമായിട്ടുള്ളൊരു പൈസ നമ്മളൊരു ടോക്കൺ അഡ്വാൻസ് പോലെ കൊടുത്തിട്ട് വലിയൊരു എമൗണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ പണം നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മരിച്ചാൽ അവർക്ക് ഞാൻ നഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഞാൻ നഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ജനിച്ചാൽ ഞാൻ മരിച്ചിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ അത് അവരുടെ ലൈഫ് സെറ്റിൽ ആവുന്നതിന് മുമ്പാണ് എനിക്കത് സംഭവിക്കുന്നതെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങളൊന്നാണ് ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുക എന്നുള്ളത്. നിർബന്ധമായിട്ടും ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളുടെയും ഫാമിലിയുടെയും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, കാരണം ഒരുപാട് ആൾക്കാരുടെ സമ്പാദ്യവും സേവിങ്സും അസറ്റും അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ കൊണ്ടാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം വലിയ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളുടേതായിരിക്കും നമുക്കറിയാം. കാരണം നമുക്ക് എന്തെങ്കിലും, ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. അത് എന്തെങ്കിലും കാണിച്ചിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. മെഡിക്കൽ സയൻസും നമ്മളുടെ സൊസൈറ്റിയും എന്തെങ്കിലും കാണിച്ചിട്ട് നമ്മളെ ഓരോരുത്തരും രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വലിയ രീതിയിലേക്ക് വളരാൻ പോവുകയാണ്. ഇത് നമുക്കൊക്കെ സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടേം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പണം നൽകിക്കൊണ്ട് തന്നെ വലിയ അളവിലുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് ഫാമിലിക്ക് ഉൾപ്പെടെ എടുത്തേക്കുക. കാരണം ഇനി ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ്, മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ടേം ഇൻഷുറൻസിനോടൊപ്പം ചെയ്യേണ്ടതെന്നാണ് ക്രിട്ടിക്കൽ ആൻഡ് ഡിസബിലിറ്റി ഇൽനെസ് കവറേജ്. ക്രിട്ടിക്കൽ ആൻഡ് ഡിസബിലിറ്റി ഇൽനെസ് കവറേജ്, അതായത്
ടേം ഇൻഷുറൻസിൽ വ്യക്തിക്ക് മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ പണം കിട്ടൂ. പക്ഷേ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ്, ഇപ്പോൾ ഉദാഹരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്കൊരു ഗുരുതര രോഗം, ഇനി അങ്ങോട്ട് ജീവിതത്തിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഗുരുതരമായിട്ടുള്ളൊരു അസുഖമോ അംഗവൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസിൽ നമുക്ക് കവറേജ് കിട്ടില്ല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട്, പ്രശ്നമല്ല ഒരൊറ്റ കാരണം കൊണ്ട് ആ ടേം ഇൻഷുറൻസ് കവറേജ് നിരസിക്കപ്പെടാം. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൽനെസ് കവറേജ് നമ്മൾ അതിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഗുണം, നമുക്കൊരു ഗുരുതരമായിട്ടുള്ള രോഗമോ അംഗവൈകല്യമോ ഒന്ന് നമുക്ക് ജോലിക്കോ ബിസിനസ്സിനോ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരു ലംസം എമൗണ്ട് നമ്മളിലേക്ക് വരുന്നതിനാണ് ഈ ഒരു കവറേജ് നമുക്ക് സഹായിക്കുക. തീർച്ചയായിട്ടും അതും എടുത്തേക്കണം. കാരണം ഈ എല്ലാ സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ, ഒരിക്കലും വരരുത്. ഇൻ കേസ് വന്നാൽ പോലും ഫിനാൻഷ്യലി നമ്മളവിടെ സെക്യൂർഡ് ആയിരിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തായിട്ട് ഒന്നിലധികം പാസീവ് ഇൻകം ഓപ്ഷൻസ്. ആദ്യത്തെ ഒന്നിലധികം ഇൻകം ഓപ്ഷൻസ് ആയിരുന്നു, അതായത് ആക്റ്റീവ് ഇൻകം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുമാനം കൊണ്ടുതരുന്നതാണ് ആക്റ്റീവ് ഇൻകം. ഏറ്റവും അവസാനത്തായിട്ട് ഒന്നിലധികം പാസീവ് ഇൻകംസ് നമ്മൾ കണ്ടെത്തി സെറ്റ് ചെയ്ത് വെക്കണം. പാസീവ് ഇൻകംസ് അതായത് വൺസ് മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ടൈം, മണി, എഫേർട്ട് ചെലവഴിച്ചുകൊണ്ട് പിന്നീട് നമുക്ക് പണം വരുന്നതിനാണ് പാസീവ് ഇൻകം. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകം ആണ്. എന്നാൽ ട്രേഡിംഗ് ആക്റ്റീവ് ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ച് കാലം മുമ്പേ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ കണ്ടെത്തി അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അത് നമുക്ക് പ്രോഫിറ്റായിട്ടോ ഡിവിഡൻ്റായിട്ടോ ബോണസൊക്കെ ആയിട്ടോ നമുക്ക് ലാഭം കൊണ്ട് തരുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഞാനൊരു ബിൽഡിംഗ് പണിതിട്ടു, അതിനകത്ത് കടമുറികൾ അല്ലെങ്കിൽ വീടുകൾ പണിതിട്ടു, അതിലൂടെ എനിക്ക് വാടക വരുന്നുണ്ടോ, എനിക്കത് പാസീവ് ഇൻകം ആണ്. അതുപോലെ തന്നെ മറ്റെന്തും, ഞാനൊരു ഷോപ്പ് വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങി അത് നടത്താൻ കൊടുക്കുന്നു, ഇതൊക്കെ പാസീവ് ഇൻകം. അതായത് നമ്മളുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെയും വരുമാനം കൊണ്ട് തരുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം പാസീവ് ഇൻകംസും കണ്ടെത്തുക. കാരണം വെച്ചാൽ പാസീവ് ഇൻകംസിൻ്റെ അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് ഒരു ഇൻകം ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും, മണി ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് കൂടെ നമ്മളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക താരതമ്യേന ഈസിയാണ്. കാരണം എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യുക, ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കി എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൈൻഡ് സെറ്റാണ്, മണി മൈൻഡ് സെറ്റ് ആർജിക്കാൻ ഉള്ളത് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ഒരു റെഗുലർ പ്രോസസ്സ് ആവശ്യമാണ്.